ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 60 വർഷം കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് ആണ്. BJP ആകട്ടെ ഏതാണ്ട് 16 വർഷത്തോളം മാത്രമേ കേന്ദ്രഭരണത്തിൽ ഇരുന്നിട്ടുള്ളൂ. എന്നാൽ 60 വർഷം കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള പണവും വെറും 16 വർഷം മാത്രം കേന്ദ്രം ഭരിച്ച BJPയുടെ അക്കൗണ്ടിലുള്ള പണവും എത്രയാണെന്ന് അറിയണ്ടേ? ഇതിന്റെ കണക്കുകൾ കേട്ടാൽ ഏവരും ഞെട്ടിപ്പോകും. പാർലമെന്റിൽ ഇതിന്റെ കൃത്യമായ കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസിന്റെ MP സംസാരിക്കുന്ന വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാജ്യസഭയിൽ കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP അജയ് മാക്കൻ BJPയുടെയും കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. सभापति महोदय, आप बड़े हैरान होंगे, सदन बड़ा हैरान होगा। मैं कुछ आंकड़े देना चाहता हूं। हर इलेक्शन के बाद हम ये बताते हैं कि कितना पैसा खर्च हुआ और साथ में ये भी बताते हैं कि कितना पैसा हमारे बैंक अकाउंट के अंदर है, और ये लेवल प्लेइंग फील्ड की बात इससे निकल करके आती है. സഭാ അധ്യക്ഷൻ, താങ്കൾ വളരെ അത്ഭുതപ്പെട്ടു പോകും. സഭയിലുള്ളവർ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ചില കണക്കുകൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ ഇലക്ഷന് ശേഷവും നമ്മൾ പറയും എത്ര പണം ചെലവഴിച്ചു എന്ന്. അതോടൊപ്പം എത്രത്തോളം പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്നും പറയും. ഇതിൽ നിന്ന് ലെവൽ പ്ലേയിങ് ഫീൽഡ് എത്രത്തോളം ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2004 के अंदर भाजपा के बैंक बैलेंस बैंक अकाउंट के अंदर 2004 के बाद 88 करोड़ थे. हमारे कांग्रेस के बैंक के अंदर 38 करोड़ थे. लगभग 2 गुना भाजपा के हमसे ज्यादा थे. 2004 BJPയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 88 കോടി രൂപയാണ്. ഞങ്ങളുടെ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും 38 കോടി രൂപയാണ്. BJPക്ക് ഉണ്ടായിരുന്നത് അതിന്റെ ഇരട്ടിയിലധികം. हमारी सरकार आई, ज्यादा हमारी स्ट्रेंथ थी, तो ज्यादा स्ट्रेंथ के बेसिस पे हमें ज्यादा पैसा मिला. और भाजपा के बैंक के अंदर 150 करोड़ रुपए 2009 के बाद में आए, और कांग्रेस के बैंक अकाउंट के अंदर जमा 221 करोड़ रहे. ये 1.47 टाइम्स कांग्रेस के ज्यादा थे. 60-40 का रेशियो था. 2014 के बाद भी यह रेशियो 60-40 का रहा. പിന്നീട് ഞങ്ങളുടെ സർക്കാർ വന്നു. ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയുണ്ടായി. അപ്പോൾ കൂടുതൽ ശക്തിയുള്ളപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ പണം വരും. 2009 BJPയുടെ ബാങ്ക് അക്കൗണ്ടിൽ 180 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 221 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. അതായത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 1.47 ഇരട്ടി പണം BJPയേക്കാൾ ഉണ്ടായിരുന്നു. 60% കോൺഗ്രസിനും 40% BJPക്കും. 2014 ഈ റേഷ്യോ 60-40 ആയിരുന്നു. अब उसके बाद 5 साल भाजपा आती है. 2014 में भाजपा के बैंक अकाउंट में 295 करोड़ रुपए थे. 2019 में 295 से ये जंप करके कितना हो गया? 3562 करोड़ रुपए केवल 5 वर्षों के अंदर. और साथ साथ में कितने गुना कांग्रेस से ये आगे हुआ? 11 गुना कांग्रेस से ज्यादा हुआ. कांग्रेस के 315 करोड़ रुपया कांग्रेस के अकाउंट में था. रेशियो क्या था? 60-40 से कम होकर के ये रेशियो बन गया 90-8 का. അതിനുശേഷം 5 വർഷം BJP ഭരണത്തിൽ വന്നു. 2014 കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 390 കോടി രൂപയും BJPയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 295 കോടി രൂപയും ആയിരുന്നു. 2019 ആയപ്പോഴേക്കും BJPയുടെ അക്കൗണ്ടിലുള്ള പണം 295 കോടി രൂപയിൽ നിന്ന് ഇത് കുതിച്ചുയർന്ന് എത്രയായി എന്നറിയാമോ? 3562 കോടി രൂപ വെറും 5 വർഷം കൊണ്ട്. അതേസമയം തന്നെ ഇത് കോൺഗ്രസിന് ഉണ്ടായിരുന്ന പണത്തിൽ നിന്ന് എത്ര ഇരട്ടിയായി മാറിയെന്ന് അറിയാമോ? 12 ഇരട്ടി. കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 315 കോടി രൂപയുടെ 12 ഇരട്ടി. ഓരോ പാർട്ടികൾക്കുമുള്ള പണത്തിന്റെ റേഷ്യോ 60-40 നിന്ന് 92% BJPക്കും വെറും 8% കോൺഗ്രസിനും എന്ന നിലയിലായി. उसके बाद में 2024 आता है और चौंकाने वाली फिगर. सभापति महोदय, 3562 करोड़ से बढ़कर के भाजपा के खातों में कितने पैसे भाजपा के अकाउंट में है? 10,107 करोड़ रुपया. 10,107 करोड़ रुपया. और कांग्रेस के
133 करोड़ रुपया। അതിനുശേഷം 2024 വന്നു. അതിലും അതിശയിപ്പിക്കുന്ന നമ്പറുകൾ. 3562 കോടിയിൽ നിന്ന് കുതിച്ചുയർന്ന് BJPയുടെ അക്കൗണ്ടിൽ എത്ര പണം ആയി എന്നറിയാമോ? 10,107 കോടി രൂപ. 10,107 കോടി രൂപ. എന്നാൽ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വെറും 133 കോടി രൂപ മാത്രം. BJPയുടെ കയ്യിൽ കോൺഗ്രസിനേക്കാൾ 75 ഇരട്ടി പണം. കോൺഗ്രസിന് വെറും 133 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളപ്പോൾ BJPയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളത് 10,107 കോടി രൂപ. 75 गुना भाजपा के पास में कांग्रेस से ज्यादा पैसे बैंक अकाउंट के अंदर है, तो किस तरीके से लेवल प्लेइंग फील्ड है, किस तरीके से विपक्ष जो है सत्ताधारी पार्टी का मुकाबला करेगी? और रेशियो क्या है? 99:1 का रेशियो। 99:1 के रेशियो में ऑपोजिशन का और रूलिंग पार्टी का पैसा बैंक अकाउंट के अंदर जमा है। किस तरीके से आप सोचते हैं कि लोकतंत्र जिंदा होगा? किस तरीके से आप सोचते हैं कि लेवल प्लेइंग फील्ड यहां पे होगा? ये हम लोगों को समझ नहीं आता। കോൺഗ്രസിനേക്കാൾ 75 ഇരട്ടി പണം BJPയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളപ്പോൾ ഏത് തരത്തിലുള്ള ലെവൽ ഫീൽഡാണ്? എങ്ങനെയാണ് പ്രതിപക്ഷം അളവില്ലാത്ത പണമുള്ള ഭരണകക്ഷിയെ നേരിടുന്നത്? റേഷ്യോ എത്രയായെന്നോ? 99:1 എന്ന റേഷ്യോ. 99:1 എന്ന റേഷ്യോയിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ബാങ്ക് അക്കൗണ്ടിൽ പണമുള്ളപ്പോൾ ഏത് തരത്തിലാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് ജനാധിപത്യം ഉണ്ട് എന്ന്? ഏത് തരത്തിലാണ് ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത്? ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സുഹൃത്തുക്കളെ, വ്യക്തമായി കേട്ടല്ലോ അല്ലേ? വ്യക്തമായി മനസ്സിലായല്ലോ അല്ലേ? വെറും 10 വർഷം കൊണ്ട് 10,000 കോടിയിലധികം രൂപയാണ് BJPയുടെ ബാങ്ക് അക്കൗണ്ടിൽ മിച്ചമുള്ളത്. തെരഞ്ഞെടുപ്പിൽ സഹസ്ര കോടികൾ ചെലവഴിച്ചിട്ടും ഇനിയും മിച്ചമുള്ള തുകയാണ് ഇത്. എന്നാൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളത് വെറും 133 കോടി രൂപ മാത്രം. ഈ 133 കോടി രൂപയും വെച്ച് രാജ്യം മൊത്തം പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ട ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാനാവും എന്ന് ആലോചിച്ചു നോക്കൂ. കോൺഗ്രസിനുള്ളതിൻ്റെ 100 ഇരട്ടി പണമാണ് BJPയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളത്. അങ്ങനെയുള്ള കോൺഗ്രസ് എങ്ങനെയാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കണം. എല്ലാ സ്ഥാപനങ്ങളെയും പിടിച്ചടക്കി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളെ ഭീഷണിപ്പെടുത്തി, കോൺഗ്രസിന് ഡൊണേറ്റ് ചെയ്യുന്ന കമ്പനികളെ ഭീഷണിപ്പെടുത്തി അവരുടെ സാമ്പത്തിക നട്ടെല്ല് ഒടിച്ചു. പല ആളുകളും പലപ്പോഴും പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ട് കോൺഗ്രസ് അത് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ. കയ്യിൽ പണമില്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ ആവില്ല. എന്തിനും പണം വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിനിമം ഒരു 1000 കോടി രൂപയെങ്കിലും ഇല്ലെങ്കിൽ രാജ്യം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ദേശീയ പാർട്ടിക്ക് ഒന്നും ചെയ്യാനാവില്ല. അത്തരം സാഹചര്യത്തിലും ഇത്രയൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അത്ഭുതകരമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രമല്ല, തങ്ങളുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജനങ്ങളുടെ ശബ്ദം ഭരിക്കുന്നവരിലേക്ക് എത്തിക്കുന്നതിനും പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിനും എല്ലാം പണം ആവശ്യമാണ്. വെറും 10 വർഷം കൊണ്ട് അളവില്ലാത്ത പണമാണ് ഒരു പാർട്ടി എന്ന നിലയിൽ BJPയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളത്. അതുമാത്രവുമല്ല, ഓരോ സംസ്ഥാനങ്ങളിലും അവർ പണിതിരിക്കുന്ന ജില്ലാ ആസ്ഥാനങ്ങൾക്ക് 500 കോടിയോളം രൂപ വീതം ചെലവ് വരും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുപോലെ പണം ചെലവഴിച്ചിട്ടും ഇനിയും ചെലവഴിച്ച് തീർക്കാനാവാത്തതുപോലെ കിടക്കുകയാണ്. അതുമാത്രവുമല്ല, BJPയിലുള്ള എല്ലാ നേതാക്കളും കൊടിയ അഴിമതി ചെയ്ത് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നരായി മാറിയിരിക്കുകയാണ് എന്നുള്ളതും വസ്തുതയാണ്. നിഷ്പക്ഷമതികളായ പല ലേഖകരും പുറത്തുവിട്ട കാര്യമാണ്. BJPയുടെ എല്ലാ MLAമാരുടെയും MP മാരുടെയും സമ്പാദ്യം 10 ഇരട്ടിയും 100 ഇരട്ടിയും 1000 ഇരട്ടിയും ഒക്കെ ആയി മാറിയെന്ന് ഈ ചുരുങ്ങിയ കാലയളവിൽ. എന്നാൽ ജനം ഇന്നും 5 കിലോ റേഷൻ കൊണ്ട് വിശപ്പടക്കി ഇവർ പറയുന്നത് കേട്ട് നാവടക്കി ഇരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?